Go. Day 2 Eagle X Xlandis Rampage GTFI PvP ടൂർണമെന്റിന്റെ ഡേ 2-ലെ ഗ്രൂപ്പ് സി ഫസ്റ്റ് മാച്ച് ആണ് ഇവിടെ സ്റ്റാർട്ട് ആവാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ ഗൈസ്. രണ്ടുപേരുടെ ഫേസ് ക്യാം വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും കാണത്തില്ല, അതാണ് പ്രശ്നം. അടുത്ത മാച്ചിൽ എടാ നിന്റെ ഫേസ് ക്യാം ഒന്ന് സെറ്റ് ആക്കി വെച്ചാലിയാ, നമുക്ക് അടുത്ത മാച്ചിൽ ആഡ് ചെയ്യാം. ഞാൻ നീ ആ മറ്റേ നിഞ്ച വീഡിയോ എന്തോ അതിനകത്തൊന്ന് സെറ്റ് ചെയ്തിട്ട് ലിങ്ക് ഒന്ന് അയച്ചോ, എനിക്ക് ഒന്ന് അയച്ചു തന്നേരം. അപ്പൊ ഗായ്സ് ഇന്നത്തെ മാച്ച്, രണ്ടാമത്തെ ദിവസത്തെ മാച്ച്, അതും ഗ്രൂപ്പ് സീഡ്. ആര് ജയിക്കും, ആര് എന്താണ് പവർ കാണിക്കും നമുക്ക് കണ്ടറിയാം. ആർക്കൊക്കെ എത്രയൊക്കെ കില്ല് കിട്ടും നമുക്ക് കണ്ടറിയാം. ആരൊക്കെ ആയിരിക്കും ഒറ്റയ്ക്ക് ഈ ഒരു കളിയിൽ മാസ്മരികമായി കാണിക്കുന്നത് നമുക്ക് കണ്ടറിയാം. എവിടെയൊക്കെയാണ് ആൾക്കാർ ചാടുന്നത് നമുക്ക് കണ്ടറിയാം. ആരൊക്കെ ഹോട്ട്സ്പോട്ട് എവിടെയൊക്കെയാണ് നമുക്ക് കണ്ടറിയാം, എല്ലാം കണ്ടറിയാം. അപ്പൊ ലെറ്റ്സ് ഗോ. പവർ ആയിട്ടിരിക്കും. അപ്പൊ കണ്ടോണ്ടിരിക്കുക. അപ്പൊ ലെറ്റ്സ് ഗോ. സോ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബഗ് ആവുന്നവരെയൊക്കെ നമ്മൾ തിരിച്ചു കയറ്റുന്നതായിരിക്കും. ഇന്നലത്തെ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ പറയണത് പോലെ ചെറിയ ബഗ്ഗുകൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ആ ബഗ്ഗിൽ മരിക്കുന്ന എല്ലാവരെയും നമ്മൾ അഡ്മിൻസ് റീകോൾ ചെയ്ത് സ്വന്തം ടീമിന്റെ അടുത്തോട്ട് വിടുന്നതായിരിക്കും. ആൻഡ് ഇവിടെ ടീംസ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. RZ7 ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. RZ7ന്റെ തൊട്ടടുത്ത് വേറെ പ്ലേയേഴ്സ് ഒന്നും ഇറങ്ങിയിട്ടില്ല. RZ7ന്റെ തൊട്ടടുത്ത് IGZ ഇറങ്ങിയിട്ടുണ്ട്. IGZലെ 2 പ്ലേയേഴ്സ് RZ7ന്റെ എടുത്തിട്ടുണ്ട്. RZ7ന്റെ എടുത്ത് ഇനിഷ്യലി തന്നെ ഒരു ഫൈറ്റ് ഉണ്ടാവാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ആൻഡ് നമുക്ക് നോക്കാം, ചെറിയൊരു ക്വാളിറ്റി ലോസ് ഉണ്ടല്ലോ ഇന്ന്. IGZലെ പ്ലേയേഴ്സ് ഭയങ്കര സ്പ്ലിറ്റപ്പ് ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പുറം ഇപ്പുറത്തായിട്ട് നല്ല സ്പ്ലിറ്റപ്പ് ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ RZ7ലെ പ്ലേയേഴ്സ് എല്ലാം ഒരുമിച്ച് തന്നെ ഉണ്ട്. RZ7 പപ്പു, RZ7 ദ ഗോഡ്, ജിൻസക്കായി, ഫ്ലിക്ക്, RZ7 റിട്ടയർഡ്, ലോർഡ് ഫ്ലാക്കോ, ബിപ്സി അടങ്ങിയ RZ7 വിസ്ഡം ഇവിടെ നിന്ന് നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. ആൻഡ് IGZന്റെ പ്ലെയർ ലേറ്റ് ആയിട്ട് വന്ന വിസ്ഡത്തിന്റെ വായിലോട്ടാന്ന് തോന്നുന്നു ഇറങ്ങിയ. അവിടുന്ന് നല്ല ടാഗ് കിട്ടുന്നു. പാബ്ലോയ്ക്ക് നല്ല അടി കിട്ടുന്നു. IGZ പാബ്ലോയ്ക്ക് നല്ല ടാഗ് കിട്ടി അവിടുന്ന്. RZ7 ഡിഫോൾട്ട് ആണ് അവിടുന്ന് ടാഗ് കൊടുത്തത്. നല്ല ടാഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇവിടുന്ന് ഇതുവരെ ഗൺ എടുത്തിട്ടില്ല. IGZ ബാക്ക് ഓഫ് ചെയ്യുന്ന തന്നെയാണ് കാണുന്നത്. അവര് പലയിടത്ത് ഭയങ്കര സ്പ്ലിറ്റ് ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് IGZ. ഇത് RZ7ന്റെ മെയിൻ ലൈനപ്പ് ആണോ ഇത്? ആണല്ലേ. ഞാൻ ഹോട്ട്സ്പോട്ട് എന്നാ പറഞ്ഞോ. സോ RZ7ന്റെ മെയിൻ ലൈനപ്പ് ആണ് ഇന്നിവിടെ പെർഫോം ചെയ്യുന്നത്. നമുക്ക് നോക്കാം. വേറെ എങ്ങും തന്നെ ഇനിഷ്യൽ ഫൈറ്റ്സ് ഒന്നും നടക്കുന്നില്ല. KFC അത് നടന്നു. കഴക്കൂട്ട് FC വേഴ്സസ് ES ആണ് നടന്നത്. കഴക്കൂട്ട് FC ഒരു പിക്ക് എടുത്തിരിക്കുന്നു. KFC വേഴ്സസ് ES, കഴക്കൂട്ടം FC. ആൻഡ് RZ7 ജിൻസക്കായി അവിടെ ഒരു നോക്കിടുന്നു. IGZ സീറോ ഫാങ്കിനെ അവിടെ നോക്കിടുന്നു. ആൻഡ് ജിൻസക്കായി ആ കില്ല് ഫിനിഷ് ചെയ്തു. ഒരു കില്ല് RZ7 വേണ്ടി സെക്യൂർ ചെയ്തിട്ടുണ്ട്. ജിൻസക്കായി സെക്യൂറിംഗ് എ കിൽ ഫോർ മാസ്. അവിടെ മാസ് വേഴ്സസ് VNV. ആദ്യത്തെ പുഷ് ഇവിടെ നടക്കുന്നു. മാസ് വേഴ്സസ് VNV. VNV ഒരു പ്ലെയർ നോക്കാണ്. ആൻഡ് VNV അടുത്തൊരു പ്ലെയറിനെ മാസിലെ എല്ലാ പ്ലേയേഴ്സും ഒരുമിച്ച് പുഷ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. VNV വേഴ്സസ് മാസ്. ആൻഡ് ഗൺ എടുത്തിട്ടില്ല ഇതുവരെ. ഗൺ എടുക്കുന്നതേ ഉള്ളൂ. അവിടെ എന്തെല്ലാം ലേഔട്ട് സെറ്റ് ചെയ്യുന്നുള്ളൂ തോന്നുന്നു. പുള്ളി കഴിക്കാൻ പറ്റില്ല. VNV 8 ഫീറ്റ് മുരുകനെ മാസ് അൺബാൻ അടിച്ചിരിക്കുന്നു. ഞാൻ ആദ്യം മാസ് ഊമ്പെന്നാണ് കണ്ടത്. നമുക്ക് ഇത് കണ്ടോ അങ്ങനെ പെട്ടെന്ന് എങ്ങനെ മാസ് അൺബാൻ ആണ് ആദ്യത്തെ. രണ്ടാമത്തെ ഇതെടുത്തിരിക്കുന്നത്. ആൻഡ് VNV ബാക്ക് ഓഫ് ആവുകയാണെന്ന് തോന്നുന്നു. VNV അവിടെ ബാക്ക് ഓഫ് ആവുകയാണെന്നാണ് തോന്നുന്നത്. VNV വേഴ്സസ് മാസ്. അളിയാ ഞാൻ നിർത്തുമ്പോൾ സംസാരിച്ചു കേട്ടോ. ആൻഡ് സിന്റെ അവിടെ സിൻ കോസ്മോയ് അവിടെ കെയും സിന്നും. ഇത് ഏതൊക്കെ ടീം എന്തൊക്കെ പേരിട്ട് വരുന്നടേ. കയ്യും കാലും കയ്യെന്നും കാലെന്നും ഒക്കെ പറഞ്ഞു ഞാനിവിടെ. ആൻഡ് ഇവിടെ VNV എല്ലാവരും നേരെ നിന്ന് VNV ടോബി അടിച്ചു കുറക്കിയിരിക്കുന്നു, ഫിനിഷാക്കിയിരിക്കുന്നു. VNV ടോബിയെ VNV അടുത്തൊരു നോക്കിടുന്നത് ഫിനിഷ് എടുക്കുന്നു. ഒരുപോലെ മാസ് ഒരുമിച്ച് കയറുന്നു. മാസിന്റെ കംബാക്ക് ആണ്. അവിടെ സിൻ കോസ്മോയെ അവിടെ KIA തന്നെ ഫിനിഷ് ഓഫ് ആക്കുന്നു. ആൻഡ് VNVയിലെ പ്ലേയേഴ്സ് ബാക്ക് ഓഫ് ആവുകയാണ്. ഇവിടുന്ന് ബാക്ക് ഓഫ് ആവുന്ന രീതിയിലാണ് കളിക്കുന്നത്. മാസ് പുറകെ ഹണ്ട് ചെയ്ത് മാസ് വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഹൈറ്റിൽ കയറിയിട്ട് VNV തിരിച്ചടിക്കാനുള്ള ഒരു പ്ലാൻ ആണ് തോന്നുന്നു. VNVയിലെ 2-3 പ്ലേയേഴ്സിനെ VNVക്ക് നഷ്ടമായി. മാസ് ഓപ്പണിലും മാസായിട്ട് വരുന്നു. അവര് വരുന്നു. നോക്ക് എന്റെ അമ്മോ.
മാസ് ഓപ്പണിലൊക്കെ പുഷ് ചെയ്ത് വരുവാണ്. അടിച്ചിട്ടേ പോത്തുള്ളൂ എന്നുള്ള രീതിയിൽ മാസ് ഓപ്പണിൽ പുഷ് ചെയ്ത് വരുന്നു VNV വേഴ്സസ് മാസ്. സ്മോക്കൊക്കെ ഇട്ട് ആംഗിളൊക്കെ കവർ ചെയ്തിട്ടാണ് വരുന്നത്. VNV വേഴ്സസ് മാസ്. ആഞ്ഞടിച്ചോണ്ടാണ് മാസസ് കയറി വരുന്നുണ്ട്. VNB ആണെങ്കിൽ കുറച്ചൊന്ന് വീണ്ടും പതുങ്ങിയൊന്നും അറിയത്തില്ല, കയറി അടിക്കുന്നുണ്ട്. മാസസ് അടിക്കുന്നുണ്ട്. VNB ആയിട്ടാണ് ഫൈറ്റ് എടുക്കുന്നത്. മാസിസർ ആദ്യം എടുക്കുന്നു, മാസ് ഡിവൈൻ ആൻഡ്രോയിൻ എടുക്കുന്നു. അടുത്ത് നോക്കാം, നല്ലൊരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേറി അടിയാണ്. ഡിവൈൻ വീണ്ടും ഒരു നെല്ലിക്കൻ എടുത്തിട്ടുണ്ട്. നീക്കോട്ടാസ് എടുത്തിട്ടുണ്ട്. ബുള്ളോപ്പി എടുത്തിട്ടുണ്ട്. ഡിവൈൻ അടുത്ത കില്ല്, ബുള്ളോപ്പി അടുത്ത കില്ല്, നീക്കോട്ടാസ് അടുത്ത കില്ല്, ടാക്ടോ നോവൽ അടുത്ത കില്ല്, ഡിവൈൻ വീണ്ടും കില്ല്, ടാക്ടി നോവൽ വീണ്ടും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു കില്ല് ഫിനിഷ് ചെയ്ത് അവിടെ തീർത്തിരിക്കുന്നു. വെറും 5 ഒരു കാഷ്വാലിറ്റി പോലും ഇല്ലാതെ മാസ് അവിടെ VNV ഫിനിഷ് ആക്കിയിരിക്കുന്നു. എന്റെ ഇന്നത്തെ ആദ്യത്തെ ടീം വൈപ്പ് ആയിരിക്കുന്നത് VNV ആണ്. VNV ലോബി എന്ന് പറഞ്ഞു വിടുന്നു. മാസിന്റെ മാസ് എൻട്രി, ഒരു രക്ഷയില്ലാത്ത കളി ഫ്രം മാസ്. എന്റെ അമ്മോ ടീം ഇനി ബാക്കി എത്ര ഉണ്ടെന്നുള്ളതല്ലേ കിൽ പോയിന്റ്? ഓ മാസിന് 10 പോയിന്റ് അത് കാണിക്കുമല്ലോ ജി ഹോൾഡ് ചെയ്താ. ഓ മാസിൽ 10 പേര് അലൈവാണ്. 10 പോയിന്റ്സ് ഓൾറെഡി മാസ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ കഴക്കൂട്ടം FC-ക്കാണ് ഒരു കില്ലുള്ളത്. അതുപോലെ RZ7 ഒരു കില്ല് സെക്യൂർ ചെയ്തിട്ടുണ്ട്. അതുപോലെ സെനിൻ ഒരു കില്ല് സെക്യൂർ ചെയ്തിട്ടുണ്ട്. അവരുടെ ബാക്കി എല്ലാവരുടെയും എലൈവും അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ VNV ഔട്ടായി, അത് കാണിക്കുന്നുണ്ട്. VNV എലിമിനേറ്റ് ആയിട്ടുണ്ട്. സോ ആദ്യത്തെ ടീം എലിമിനേറ്റ് ആയത് നമ്മുടെ VNV ആണ്. ആൻഡ് 9 ടീമും 73 പ്ലേയേഴ്സുമാണ് ബാക്കിയുള്ളത്. ഇനി നമുക്ക് നോക്കാം. അതന്നെ VNB നൈസ് ട്രൈ. ഇപ്പം പറ്റിയ മിസ്റ്റേക്ക് മനസ്സിലാക്കി അടുത്ത മാച്ചസ് നല്ല പവറോടെ തിരിച്ചു വരും നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് കണ്ടറിയാം. എന്നാലും പേരിനൊത്ത് തന്നെ മാസ് കാണിച്ച് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് മാച്ചിൽ മാസ് അടിച്ച് നിൽക്കുവാണ്. നമുക്ക് നോക്കാം ഇനി അടുത്ത ഏതൊക്കെ ടീം മാസ് കാണിക്ക് നോക്കാം. ഇപ്പൊ നോക്കുകയാണെങ്കിൽ RC7 നല്ലൊരു പൊസിഷൻ പിടിച്ച് നിൽക്കുന്നുണ്ട്. അതിന്റെ അങ്ങോട്ടാണ് നമ്മുടെ IGC വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇവിടെ ഒരു ഫൈറ്റ് നടക്കുന്നില്ലെന്നോ ഈകളെ തിരക്കെന്ന് തോന്നുന്നു. IGCയിൽ ഓൾറെഡി 2 പേരെ അവർ IGCയിൽ ഓൾറെഡി ഒരു പ്ലെയറിനെ RZ7 ഫിനിഷ് ഓഫ് ചെയ്തതാണ്. സോ അവർക്ക് അറിയാം IGCയുമായിട്ട് ഫൈറ്റ് ആവുകയാണെങ്കിൽ ഒരു 9v10 ആയിരിക്കും വരാൻ പോണത്. സോ ആ അഡ്വാൻറ്റേജ് യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് RZ7 വേഴ്സസ് IGZ വരുമെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ബാക്കി എല്ലാ പ്ലേയേഴ്സും ലൂട്ടൊക്കെ എടുത്ത് അവരുടെ ഓക്കെ RZ7 ആക്ച്വലി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവര്. നമുക്ക് നോക്കാം. RZ7 അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഫൈറ്റ് കമ്മിറ്റ് ചെയ്യണോ വേണ്ടായോ എന്നുള്ള ഒരു തീരുമാനത്തിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം. RZ7 കുറച്ച് ഓപ്പണിൽ പോകേണ്ടി വരും. ആ ഒരു ഫൈറ്റ് എടുക്കണമെന്ന് വേണ്ടിയിട്ട് നിരന്നിരിപ്പുണ്ട്. എല്ലാം 10 പേരും നിരന്ന് നോക്കിയിരിക്കുന്നു. അവന്മാർക്ക് ഇപ്പോഴും കാണാൻ വരുമോ എന്ന് നോക്കി ഇവരിവിടെ ഇരിക്കുന്നു. 2 പേരും അങ്ങോട്ടും നോക്കിയിരിക്കുകയാണ്. അല്ല അത് ഇതാ ചേട്ടാ, ഇടക്കിടക്ക് ഇങ്ങനെ വെള്ളം വരുന്നത് പോലത്തെ ഒരു ഇത് വരും. പക്ഷെ അങ്ങനെ അവരെ പ്ലേസിന് എഫക്ട് ഒന്നും ആവില്ല. അത് ഇല്ല. ഇനി അടുത്തൊരു സോൺ ഷിഫ്റ്റ് എങ്ങോട്ടും നമുക്ക് നോക്കിയറിയാം. എന്നിട്ട് നമുക്കറിയാം ആര് എവിടെ. ഏകദേശം സെന്റർ ഓഫ് ദ സോണിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ സെനിൻ ആണ് നിൽക്കുന്നത്. ടീം സെനിൻ ആണ് സെന്റർ ഓഫ് ദ സോൺ. നമ്മുടെ സാംപി എന്ന് വന്ന പ്ലേയേഴ്സ് ആണ് ആക്ച്വലി ഇവിടെ സെന്റർ ഓഫ് ദ സോൺ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. അതിൽ സാംപി എന്ന് വന്നതെന്ന് പറഞ്ഞാൽ അവരെ കുറച്ച് പറയുമല്ല, ഞാൻ അവരെ ഇതാക്കി പറയാണ്. എന്താ സാമ്പിൽ നിന്ന് വന്ന് പെട്ടെന്ന് ഇവിടെ വന്ന് ഇങ്ങനത്തെ ഒരു ലോബിയൊക്കെ കളിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പാടായിട്ടുള്ള കാര്യമാണ്. ആൻഡ് എന്താ പറയാ, അവര് അത് മാനേജ് ചെയ്ത് നല്ല രീതിയിൽ കളിക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ആൻഡ് ഇവിടെ മാസ് അടുത്തൊരു സ്പോട്ടിൽ നല്ല ടാഗ് കിട്ടി. ഒരു HP-യിലാണ് അതിൽ രക്ഷപ്പെട്ടത്. അതിലവിടെ നിന്ന് ഓക്കെ ഇല്ല, ഒരു രക്ഷയില്ല. മാസ് ഒരാളെ കണ്ടാൽ തെള്ളി വരിക എന്നുള്ളൊരു ഇതല്ലാതെ അവർക്ക് വേറെ യാതൊരു വിധ സ്ട്രാറ്റജി ഇല്ല. ആളെ കണ്ട തെള്ളിപ്പോയി അടിക്കുക. അടുത്തൊരു നോക്കൗട്ട് ആക്കിയിട്ടുണ്ട് മാസ്. ഗോഡ് കിപ്പോ അവിടെ സിൻ അതിലിനെ ഫിനിഷ് ഓഫ് ചെയ്ത് കളയുന്നു. അടുത്തൊരു കില്ലും കൂടെ സെക്യൂർ ചെയ്തിട്ട് മാസ് കറണ്ട്ലി 11 കില്ലെടുത്ത് കിൽ പോയിന്റ്സ് സ്കോർ ചെയ്തത് ഏറ്റവും ടോപ്പായിട്ട് കറണ്ട്ലി നിൽക്കുന്നത് മാസ് ആണ്. മാസ് വിത്ത് 11 കിൽ. അത് അപ്ഡേറ്റ് ആയില്ലല്ലോ കില്ല്. ഓക്കെ 11 കിൽ പോയിന്റ്സ് ആയിട്ട് മാസ് ഡോമിനേറ്റിംഗ് ദ ലോബി. കറണ്ട്ലി ഏറ്റവും കൂടുതൽ കില്ലെടുത്തിരിക്കുന്നത് മാസ് ആണ്. ആൻഡ് ബാക്കി എങ്ങും ഫൈറ്റുകളൊന്നും ഇതുവരെ കമ്മിറ്റ് ആയിട്ടില്ല. എവിടെയെങ്കിലും ഫൈറ്റുകൾ ഇനി ഈ ഒരു സോണും കൂടെ ഒരു മിനിറ്റിൽ 4 മിനിറ്റും 17 സെക്കൻഡുമാണ് അടുത്തൊരു സോൺ ഉള്ളത്. ഈ ഒരു 2 സോണിൽ മാത്രമേ ഇത്രയും ഇനഫ് ടൈം അവർക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി കിട്ടത്തുള്ളൂ. ബാക്കി
ഉള്ള സോണുകളെല്ലാം പടപടപടപടയാണ് വരുന്നത്. നമുക്ക് നോക്കാം. KFC വേഴ്സസ് ES ആവാനുള്ള ചാൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. KFC വേഴ്സസ് ES. KFC ആദ്യം തന്നെ പ്ലെയർ കൗണ്ട് വളരെ കുറവിലാണ് കളിച്ചോണ്ടിരിക്കുന്നത്. 7 പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് തോന്നുന്നു KFC കളിച്ചോണ്ടിരിക്കുന്നത്. 7 പ്ലേയേഴ്സ് അല്ല ഉള്ളു KFCക്ക്. KFC 7 പേരുണ്ട്. 7 വേഴ്സസ് 10 ആണ് കളിക്കുന്നത്. ESൽ എനിക്ക് തോന്നുന്നു ഒരു പ്ലെയർ അവർക്ക് നഷ്ടമായിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ESല് KFC ഇതുവരെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. കണ്ടിട്ടില്ലെന്നാണോ ഹോൾഡ് ചെയ്യുവാന്ന് തോന്നുന്നു. ഹോൾഡ് ചെയ്യുവാണ്. ഓക്കെ, ഇറങ്ങി അടിക്കാൻ ഓപ്പണിൽ കണ്ട അടിക്കാനുള്ള പ്ലാൻ. 3, 2, 1 പറഞ്ഞ് അടിക്കാനുള്ള പ്ലാനാണ്. KFC വേഴ്സസ് ES. ഉടനെ ഒരു ഫൈറ്റ് പൊട്ടുവോ അതോ അവരെ റൊട്ടേറ്റ് ചെയ്യാൻ വിടുവാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഫൈറ്റ് അവർ എടുക്കുമോ ഇല്ലോ എന്നുള്ളൊരു കാര്യം അറിഞ്ഞുകൂടാ. ഇല്ല, അവരെ ഫൈറ്റ് എടുക്കുന്നില്ല. ഈസി ഉണ്ട് ഓപ്പോസിറ്റില്. ഈസി വോൾട്ടിൻ ആദ്യത്തെ പിക്ക്. ഈസിക്ക് വേണ്ടിട്ട് വോൾട്ടിന് ഒരു പിക്ക് എടുക്കുന്നു, നോക്ക് എടുക്കുന്നു. വോൾട്ടിൻ അവിടെ നോക്ക് എടുക്കുന്നു. പക്ഷെ ഇവര് ഓടിക്കേറാൻ പോകുന്നത് KFCയുടെ അടുത്തല്ല. ഇവര് ഓടിക്കേറാൻ പോകുന്നത് KFCയുടെ അടുത്തേക്കായിരിക്കും. ഈസി വോൾട്ടിൻ അവിടെ ആദ്യത്തെ ഒരു നോക്ക് എടുത്തിട്ടുണ്ട്. ലൂയിസ് ഹാംലെറ്റിനെ നോക്കാക്കിയിട്ടുണ്ട്. ആ ഒരു ഓക്കെ, ഇപ്പൊ തന്നെ ഫിനിഷ് ഓഫ് ആകും. ഓക്കെ, വോൾട്ടിൻ ആ കില്ല് ഫിനിഷ് ചെയ്യുന്നു. അളിയാ, ഞാൻ നിർത്തുമ്പോ സംസാരിച്ചോ കേട്ടോ. ഞാൻ നോക്കുക. ശ്വാസം എടുക്കാനാണെങ്കിൽ നടക്കുന്നു അവിടെ. ഫിനിഷ് കൂടെ സെക്യൂർ ചെയ്യുന്നുണ്ട്. തലപതി അവിടെ നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. RZ7 വേഴ്സസ് IGZ. പപ്പു അവിടെ നോക്ക് എടുക്കുന്നു. RZ7 ജിൻസക്കായി അവിടെ നോക്ക് എടുക്കുന്നു. പപ്പു ഫിനിഷ് ചെയ്യുന്നു. RZ7 റിട്ടയർ അവിടെ നോക്ക് എടുക്കുന്നു. ജിൻസക്കായി അത് ഫിനിഷ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു 2-3 പ്ലേയേഴ്സ് കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. 3 പ്ലേയേഴ്സ് മാത്രം IGZ ബാക്കി. IGZ വേഴ്സസ് RZ7. വിസ്ഡം അവിടെ ഒരു കില്ലും കൂടെ സെക്യൂർ ചെയ്യുന്നു. നമുക്ക് നോക്കാം. 3 പ്ലേയേഴ്സ് മാത്രം ബാക്കി. 2 സൈഡിൽ നിന്നും വളഞ്ഞിട്ടുണ്ട് RZ7. 2 സൈഡിൽ നിന്നും വളഞ്ഞിട്ടുണ്ട്. ഡിഫോൾട്ട് ഒരു നോക്ക് എടുക്കുന്നു. വൈപ്പിംഗ് ഓഫ് IGZ. RZ7 അവിടെ നമ്മുടെ IGZ-നെ വൈപ്പ് ഓഫ് ചെയ്ത് 10 കില്ല് സെക്യൂർ ചെയ്യുന്നു. നമ്മുടെ അതിൽ ഞാൻ വാ തുറക്കില്ല. അപ്പൊ നീ വീണ്ടും പറഞ്ഞോണ്ടിരിക്കില്ല. ഞാൻ മിണ്ടാതിരിക്കുമ്പോ വേണം നീ വാ തുറക്കാൻ. നീ മിണ്ടാണ്ടിരിക്കുമ്പോ ഞാൻ തുറക്കും. അപ്പോഴേക്ക് നീ അടുത്ത തുറക്കും. അപ്പൊ നോക്കുകയാണെങ്കിൽ RZ7 നമ്മുടെ അവരുടെ ബാങ്ക് ഇവിടെ തുറന്നിരിക്കുകയാണ്. 10 കിലോടെ 10 കിലോ അല്ലേ അപ്ഡേറ്റ് ആവുന്നുള്ളൂ. 2 സെക്കൻഡ് വേണം. ഓക്കെ, കറന്റ് നോക്കുകയാണെങ്കിൽ പറഞ്ഞോ. കറന്റ് നോക്കുകയാണെങ്കിൽ മാസ് വിത്ത് 11 കിൽസ് തന്നെയാണ് ലോബിയിലേറ്റ ടോപ്പ് കിൽസ്. അതിന്റെ തൊട്ട് താഴെ RZ7 വിത്ത് 10 കിൽ. ഒന്ന് ചീഞ്ഞോ ബ്രോ. RZ7 വിത്ത് 10 കില്ലാണ്. ഓക്കെയാണ്. അത് കഴിഞ്ഞാൽ എൽ ക്ലാസിക്കോ വിത്ത് 2 കിൽ. കഴക്കൂട്ടം FC1 ആൻഡ് സെനിൻ 1 ആണ് കറന്റ്ലി ഉള്ള കിൽ കൗണ്ട്സ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് RZ7 റൊട്ടേറ്റ് ചെയ്ത് സോണിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. അളിയ, അതാണ് അളിയ നിനക്കുള്ള ബോസ് പോയിന്റ്. നീ ഇതുവരെ ഇനിയിപ്പോ ഞാൻ നമുക്ക് കാണാം. നമുക്ക് ഈ മലകളും കാടുകളും ഇതിലിപ്പോ ഞാൻ എന്തൊരു എല്ലാം KFC. പാറക്കെട്ടുകളിലെ പൊളിഞ്ഞിരിക്കുന്ന KFC നമ്മുടെ എല്ലമ്മിനെ കണ്ടിട്ടുണ്ട്, സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം അവരെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് ഡൗട്ട്. നമുക്ക് കണ്ടറിയാം. എന്തായാലും അടുത്ത സോൺ വരുമ്പോഴായിരിക്കും ഇവരൊരു പുഷ് ചെയ്ത് ഫൈറ്റ് ഇടങ്ങാൻ പോകുന്നത്. അപ്പോഴേ നമുക്ക് കാണാൻ പറ്റുള്ളൂ തോന്നുന്നു. അതുകൊണ്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. KFC നോക്കുകയാണെങ്കിൽ അവളെ ചിക്കൻ വറക്കാനായിട്ട് ഒരു ചിക്കനെ കാത്തിരിക്കുന്ന പോലെ തന്നെ നോക്കിയിരുന്നു. പക്ഷെ എല്ലാം അത് കണ്ടിട്ട് അവര് അവിടുന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട്. വേറെ പോസ്റ്റിലോട്ട് പിടിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ KFC അടച്ചുപൂട്ടിയിരിക്കുന്നു. ചിക്കൻ ഇല്ല. അപ്പൊ നോക്കാം. സോൺ നോക്കുകയാണെങ്കിൽ 1 മിനിറ്റ് 42 സെക്കൻഡിൽ സോൺ ക്ലോസ് ആവും. അടുത്ത സോൺ ക്ലോസ് ആവും. സോ ഇനിയുള്ള സോണുകളൊക്കെ പടപടേ ആയിരിക്കും വരുന്നത്. അപ്പൊ അടുത്ത സോണിന് വേണ്ടിയിട്ട് ഉള്ള വെയിറ്റ്. അടുത്ത പൊസിഷനിലേക്ക് പോവുകയാണ് പ്ലേയേഴ്സ് എല്ലാവരും. ഈസി നോക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. അവരവിടെ ആരെ വെയിറ്റ് ചെയ്താ നിൽക്കുന്നവര്? അവരുടെ തൊട്ടടുത്ത് ഏത് പ്ലേയേഴ്സ് ആണ്? അവരുടെ തൊട്ടടുത്ത് ഏതാണ്? ഈസി അവിടെ ESനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് നോക്കാം. KV ഡൗൺ ആയ KVയുടെ കളി അടുത്ത ഗ്രൂപ്പിലാണ് ബ്രോ. ഈ ഗ്രൂപ്പിലല്ല. അടുത്ത ഗ്രൂപ്പിലാണ് KVയുടെ കളി. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ KFC
ഇവർ അധികം ഫൈറ്റ് എടുക്കാതെയാണ് കളിക്കുന്നത്. ഓക്കെ, KFC അവിടെ KFC വേഴ്സസ് എല്ലാം അവിടെ ഫൈറ്റ് കമ്മിറ്റ് ആയിട്ടുണ്ട്. സോ KFC വേഴ്സസ് എല്ലാം. ഓ, KFC അവിടെ പുഷ് ചെയ്ത് റൈറ്റ് ആംഗിളിൽ കയറി വരുന്നുണ്ട്. ആൻഡ് അവരും കറങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് KFCക്ക് ആള് കുറവാണ്. എല്ലാമിനും അതുപോലെ എല്ലാം ഏകദേശം ആൾക്കാരുണ്ട്. അവർ കറങ്ങി തന്നെ വരുന്നു. റൈറ്റ് ആംഗിൾ കളിക്കാനുള്ള തീരുമാനം. നല്ല ടാഗ് കൊടുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അവിടെ സ്പൈഡർമാൻ അവിടെ അവന് വലപ്പെടാനുള്ള കഴിവ് എന്തായാലും ഇല്ലെന്ന് ഉറപ്പാണ്. കാരണം ഇല്ല, ഞാൻ പറഞ്ഞില്ല, അവിടെ തന്നെ നോക്ക് ആൻഡ് ഫിനിഷ് ആയി. സ്പൈഡർമാൻ അവിടെ നോക്ക് ആൻഡ് ഫിനിഷ് ആയി. അപ്പോഴും കറങ്ങി വരുന്നതേ ഉള്ളൂ. എല്ലാമിനെ കറങ്ങി വട്ടം നാരങ്ങാടി എന്തായാലും കാണാം നമുക്ക്. നോക്കുകയാണെങ്കിൽ KFC വിടാതെ തന്നെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. ഇത് പ്ലാൻ ഇല്ലാത്തൊരു കാര്യമാണ് നമ്മളെ സ്പൈഡർമാൻ ചെയ്തത്. സ്പൈഡർമാൻ അതുപോലെ തന്നെ ഇതെന്താണ് കാണുന്നത്, വട്ടം നാരങ്ങ കളിക്കുന്ന പോലെ തന്നെ എന്തായാലും എല്ലാം ബിൽഡിങ്ങിന്റെ മേലോട്ട് കയറിയിട്ടുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നുണ്ട്. KFC കയറുന്നുണ്ട്, പക്കി അടിക്കുന്നുണ്ട്. പക്കിനെ വിക്കിയും നിക്കും കൂടെ ഒരുമിച്ചിരുന്ന് അടിക്കുന്നുണ്ട്. ആരും ഇതുവരെ ഒരു കില്ലെടുത്തിട്ടില്ല. നമുക്ക് നോക്കുവാണെങ്കിൽ സാപ്പിനെ വളഞ്ഞിട്ടടിക്കുന്നുണ്ട്. എല്ലാം ബാക്കി KFC എവിടെ? KFC വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവർ ഇതുവരെ ആ ഒരു പ്ലാൻ വിട്ടിട്ടില്ല, കറങ്ങിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ആ സമയത്ത് എല്ലാം ബിൽഡിങ്ങിന്റെ മേളിൽ കയറി അഡ്വാൻറ്റേജ് എടുത്ത് അടിക്കുന്നുണ്ട്. എല്ലാം പൾസർ സുനി എടുത്തിട്ടുണ്ട്, കില്ല് എടുത്തിട്ടുണ്ട്, അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാസിസർ വേറെ എവിടെ നിന്ന് ഇതിന്റെ ഇടയ്ക്ക് മാസിസർ വന്നിട്ടുണ്ട്. മാസ് അടിക്കുന്നത് KFCനെ. മാസായിട്ട് വന്നിട്ട് ഈ ഒരു ലോബി ഡോമിനേറ്റ് ചെയ്യാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഭയങ്കര ക്വാളിറ്റി ലോസ്. യങ് ലീൻ എടുക്കുന്നുണ്ട് കില്ല്, പൾസസുനി എടുക്കുന്നുണ്ട്, അൻപാൻ എടുക്കുന്നുണ്ട്, പൾസസുനി വീണ്ടും ഒരു കില്ല് എടുക്കുന്നുണ്ട്. യങ് ലീൻ KFCയിലെ എല്ലാമിനെ എടുക്കുന്നുണ്ട്. നോക്കുവാണെങ്കിൽ എന്തായാലും മാസിസഡ് ആ ഒരു സന്ദർഭം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ പുഷ് ചെയ്ത് കയറി വരുന്നുണ്ട്. മാസിസഡ് വേഴ്സസ് എല്ലാം വേഴ്സസ് KFC ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാസിസഡ് കയറി വരുന്നു, പക്ഷേ മാസ് കയറി വരുന്നു, ലോബി ഡോമിനേറ്റ് ചെയ്യുന്നു. ഓ, മാസ് കറക്റ്റ് ടൈമിൽ ഒരു തേർഡ് പാർട്ടി അടിച്ചിരിക്കുന്നു. KFC മാർത്താണ്ഡനെ മാസ് ഓടിച്ചിട്ട് അടിക്കുന്നുണ്ട്. മാർത്താണ്ഡൻ മാത്രമാണ് ബാക്കിയെന്ന് തോന്നുന്നു. KFCയുടെ ആ ഒരു KFC വേഴ്സസ് എല്ലാം ഫൈറ്റിൽ രണ്ട് ടീമിനും അത്യാവശ്യം നല്ല കാഷ്വാലിറ്റീസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മാർത്താണ്ഡൻ മാത്രമാണ് ബാക്കിയെന്ന്. മാർത്താണ്ഡനെ മാസ് സ്പോട്ട് ചെയ്താൽ പറഞ്ഞില്ലേ, മാസ് ഒരാളെ സ്പോട്ട് ചെയ്താൽ ഓടിച്ചിട്ട് അടിക്കലാണ് അവരുടെ മെയിൻ പരിപാടി. രണ്ട് സൈഡിൽ നിന്നും വരുന്നുണ്ട്, ഒന്നും ചെയ്യാനില്ല. 3 പ്ലേയേഴ്സ് ലെഫ്റ്റിലും 3 പ്ലേയേഴ്സ് റൈറ്റിലും ആയിട്ട് കറങ്ങും. മാർത്താണ്ഡത്തിനെ വൈപ്പ് ഓഫ് ആക്കി വിടുന്നു. അങ്ങനെ KFCയും ലോബിയിൽ നിന്ന് പോകുന്നു. 6 ടീമുകൾ മാത്രം ബാക്കി. 4 ടീം എലിമിനേറ്റ് ആയിട്ടുണ്ട്. 47 പ്ലേയേഴ്സും 6 ടീമുമാണ് എലൈവായിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലോബി നോക്കുകയാണെങ്കിൽ 17 കില്ലായിട്ട് മാസ് ടോപ്പ് ഫ്രാഗ് ചെയ്ത് നിൽക്കുന്നു ലോബിയിൽ. ആൻഡ് തൊട്ട് താഴെ RZ7 ആണ് 10 കിൽസ്. ആൻഡ് കഴക്കൂട്ടം FC 6 കിൽ. അവർ ഓൾറെഡി വൈപ്പായിട്ടുണ്ട് നമ്മുടെ ലോബിയിൽ നിന്ന്. സോ ഇനി അവർക്ക് കില്ല് സെക്യൂർ ചെയ്യാൻ പറ്റില്ല. കറന്റ് ടോപ്പ് ഫ്രാഗേഴ്സ് ലോബിയിലെ മാസും RZ7 ആണ്. മാസ് വിത്ത് 17 kills ആൻഡ് RZ7 വിത്ത് 10 kills. പ്യുവർ ഡോമിനേഷൻ തന്നെയാണ് നമ്മുടെ മാസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ലോബിയിൽ. അവർ നോക്കുകയാണെങ്കിൽ സോണോട്ടിലൊക്കെ പോയാണ് തേർഡ് പാർട്ടി കറക്റ്റിന് ആ ഒരു സന്ദർഭം നല്ലപോലെ യൂട്ടിലൈസ് ചെയ്ത് കറക്റ്റ് ടൈമിന് തന്നെ വന്ന് തേർഡ് പാർട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. എന്നാലും ഈസിയൊക്കെ ഇവിടെ ഒരു പ്ലേയില് തലപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ നോക്കണമെങ്കിൽ എല്ലാ ടീമും ഒരുവിധം സോൺ ഇൻ ആയിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ ആര് ഫസ്റ്റ് മാച്ച് കൊണ്ടുപോകുന്നത്. കൈ ഈസിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. കൈ ലെഫ്റ്റ് സൈഡിൽ കൈ വേഴ്സസ് ഈസി ആണെന്ന് തോന്നുന്നു. കൈ വേഴ്സസ് ഈസി. അതെ, കൈ സോണിലോട്ട് വരുന്നുണ്ട്. കയ്യില് ആകെ 3-4 പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. അവരങ്ങനെ ഫൈറ്റ് എടുത്ത് കളിക്കാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. നമുക്ക് നോക്കാം. ബെർബറ്റോടെ പേരൊന്നും മാറ്റിക്കണേ, കൈ ടാഗ് ഇടണേ. ഞാൻ പറഞ്ഞു അവര് ലേറ്റ് ആയിട്ട് ഇതിൽ മാറ്റാൻ പറഞ്ഞു. RZ7 മെയിൻ ടീമാണ് ഇന്ന് കളിക്കുന്നത്. മെയിൻ ലൈനപ്പാണ് മെയിൻ ലൈനപ്പാണ് ഇന്ന് കളിക്കുന്നത്. സോ കറന്റ്ലി നോക്കുകയാണെങ്കിൽ 6 ടീം എലൈവ് ആയിട്ടുണ്ട്. 6 ടീംസ് ആണ് കറന്റ്ലി എലൈവ് ആയിട്ടുള്ളത്. 10 ടീമിൽ 6 ടീം, 4 ടീംസ് എലിമിനേറ്റ് ആയി. 47 പ്ലേയേഴ്സ് ആണ് കറന്റ്ലി എലൈവ് ആയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആൻഡ് ES അവിടെ സോണിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നു. സോണിലേക്ക് വരുന്നു അവർ. ലേറ്റ് റൊട്ടേഷൻ ഇവരുടെ സൈഡിൽ നിന്ന് ലേറ്റ് റൊട്ടേഷൻ ആണ് കൈയുടെ സൈഡിൽ നിന്ന് വരുന്നത്. കാരണം അവർക്ക് പ്ലേയേഴ്സ് ഇല്ല. സോ ഈസി ഓൾസോ വെയിറ്റിംഗ്. ഇവിടെ അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഈസി അവിടെ വെയിറ്റ് ചെയ്ത് നോക്കി. ഈസി വെയിറ്റിംഗ്. ഈസിയുടെ തൊട്ട് ബാക്കിലല്ലേ കൈ ഉള്ളത്? അതെ. ഓക്കെ, കൈ ഇതുവരെ എൻ്റർ ചെയ്തിട്ടില്ല. ഓക്കെ അവർ 3 പേരും 3 മരമായി അവിടെ. ഇന്നലത്തെ പോലെ മരക്കളിയാണത്. ഇന്നലെ മരക്കളി കളിച്ച് ആൾക്കാർ കുറവായോണ്ട് തന്നെ അവർ
ഒരു പൊസിഷൻ പോയിന്റ്സ് പിടിക്കാനുള്ള ഒരു പോക്കാണെന്നാണ് എൻ്റെ തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടറിയാം. ഇന്നലത്തെ നോക്കുകയാണെങ്കിൽ ഇന്ന് ആദ്യത്തെ സോണിൽ തന്നെ കുറേ നല്ല ഫൈറ്റുകൾ നടന്നു. ഇപ്പോൾ തന്നെ 6 ടീമാണ് ഇനി ബാക്കിയുള്ളത്. അത് 47 പ്ലേയേഴ്സാണ് ബാക്കിയുള്ളത്. സോ നോക്കാം, സിന്നിൻ്റെ അടുത്തോട്ടാണ് നമ്മുടെ ഈസി എന്ന് കയറുന്നത്. നോക്കാം, നല്ലൊരു ഫൈറ്റ് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. ലെറ്റ്സ് സീ. ആൻഡ് ഈസി വേഴ്സസ് സിൻ ആയിരിക്കും അടുത്തൊരു ഫൈറ്റ് നടക്കാൻ പോകുന്നത്. ആൻഡ് ഇവിടെ ഫൈറ്റ് കമ്മിറ്റ് ചെയ്യോ ഇല്ലോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഈസി വേഴ്സസ് സിൻ, രണ്ടുപേരും ഒരു ഇനിഷ്യൽ പിക്കിന് വേണ്ടിയിട്ട് ഈസി അവിടെ ഫൈറ്റ് എടുക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലാണെന്ന് തോന്നുന്നു. ഓ പക്ഷേ സമ്മതിക്കത്തില്ല, ഈസിക്ക് കയറാൻ സമ്മതിക്കില്ല. ES അവിടെ വന്നിരിക്കുന്നു. 2 ആംഗിളിൽ സാൻഡ്വിച്ച് ആവാതിരിക്കാൻ അവര് ബാക്ക് ഓഫ് ചെയ്യുവാണ്. ഈസി ഓ തൊട്ടുപോളി പെരുന്നാൾ അടി കിട്ടും. ഇപ്പം എല്ലായിടത്തും അടി, ഏതെങ്കിലും ഒരു ഫൈറ്റ് കമ്മിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഈസിയുടെ അവസ്ഥ വളരെ ശോകമായിട്ടുണ്ട്. ഈസിയുടെ അവസ്ഥ അത്രക്ക് ഈസി അല്ല, പരിതാപകര അവസ്ഥയാണ് ഈസിക്ക്. മാസ് അവിടുന്ന് മല ഇറങ്ങി വന്ന് അടി തുടങ്ങാൻ പോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഈസി വേഴ്സസ് മാസ്. അവര് മാറിയെന്ന് തോന്നുന്നു. അവര് മാറി അപ്പുറത്ത് പോയി. അവര് ES ബാക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ES ആ കറക്റ്റ് സമയത്ത് ഈസി അവിടെ തിരിച്ചു കയറി വന്നിട്ടുണ്ട്. മാസ് അധികം പുഷ് ചെയ്ത് വരുന്നില്ല, കുറച്ച് അഗ്രഷൻ അവരൊന്ന് കുറച്ചിട്ടുണ്ട്. മാസ് അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. നമുക്ക് നോക്കാം. ഇപ്പൊ കുറച്ച് ഈസിയാണ്, എന്നാലും നമുക്ക് കണ്ടറിയാം. മാസ് നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനിയും പ്ലേയേഴ്സിനെ വേണം, ഇനിയും കിൽസ് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മാസ് ഫസ്റ്റ് മാച്ചിൽ തന്നെ അങ്ങ് ക്വാളിഫൈ ആവാനുള്ള പരിപാടിയിലാണ് മാസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം ആരൊക്കെ എവിടെയൊക്കെ ഫൈറ്റ് എടുക്കും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ആൻഡ് ഇവിടെ എല്ലാ ടീമുകളും അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. 2 മിനിറ്റിൽ സോൺ ഹോൾഡ് 2 മിനിറ്റിൽ എൻഡ് ആവുന്നതായിരിക്കും. അടുത്ത സോൺ ഉടനെ തന്നെ വരുന്നതായിരിക്കും. സോൺ നമുക്ക് നോക്കാം. അടുത്ത സോണും കൂടെ വരുമ്പോഴത്തേക്കിന് കുറച്ച് ടൈറ്റ് ഫൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. 6 ടീം ഇലയുണ്ട്, ഏകദേശം 47 പ്ലേയേഴ്സോളം. അടുത്ത ഇത് അതാരാണ്? കൈവാനില് കയ്യുവാനാണത്. RZ7 ഒക്കെ ഈ സൈഡിലാ. കുറെ പേര് ചാറ്റിൽ ചോദിക്കുന്നു RZ7. സോ RZ7ന്റെ തൊട്ടടുത്ത് വേറെ പ്ലേയേഴ്സ് ഒന്നും കറന്റ് ഇല്ല. RZ7 ഇൻസൈഡ് ദ സോൺ ആണ് കറന്റ്. RZ7 അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് സോണിലേക്ക് വരിക തോന്നുന്നു. സോൺ ടിപ്പ്. ഓക്കെ, RZ7 പിരമിഡിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. പിരമിഡിന്റെ സൈഡിലാണ് RZ7 കളിക്കുന്നത്. സോ കറന്റ്ലി RZ7ന്റെ അടുത്ത് വേറെ ആരും ഇല്ല. കയ്യുവാൻ ഒറ്റ പ്ലെയറേ ഉള്ളൂ കയ്യുവാൻ. ആൻഡ് ഇവിടെ ഈസി വേഴ്സസ് മാസ് ആണോ? ഈസി വേഴ്സസ് മാസിനെ നന്നായിട്ട് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. മാസ് വേഴ്സസ് ഈസി. നോക്കുകയാണെങ്കിൽ RC-യുടെ 7ന്റെ അടുത്തോട്ടാണ് പോകുന്നത്. 2 നല്ല കിൽസ് ഉള്ള ടീമിന്റെ ഒരു ഫൈറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. അറിയത്തില്ല. ഓ അത് ശരിയാ. 18 കില്ലോട് കൂടി മാസും 10 കില്ലോട് കൂടി RZ7 കറന്റ് ഇപ്പൊ ലോബിയില് ഫ്രാഗ് ചെയ്തോണ്ടിരിക്കുന്ന ടീമുകൾ എന്ന് പറഞ്ഞാൽ 18 കില്ല് സെക്യൂർ ചെയ്തിട്ടുണ്ട് മാസ്. ഇവിടെ ക്വാളിറ്റി ലോസ് വരുന്നു നന്നായിട്ട്. ഞാനൊന്ന് ചെക്ക് ചെയ്തോക്കെ, ഈ മാച്ച് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാം. ഇത് ഒന്നും കാണുന്നില്ല, ഭയങ്കര പിക്സലേറ്റഡ് ആയി. സോ ഇപ്പൊ ഓക്കെയാണ്. സോ മാസ് അവിടുന്ന് നേരെ RZ7ന്റെ അടുത്തോട്ടാണ് പോകുന്നത്. നമുക്ക് നോക്കാം. മാസ് റക്സിന് നല്ല ടാഗ് കിട്ടുന്നു. റക്സിന് നല്ല ടാഗ് കിട്ടുന്നുണ്ട് മാസിലെ. റക്സിന്റെ അവരുടെ പുറകെ തന്നെ അവർ ഫൈറ്റ് കമ്മിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഈസി അവിടെ ഫൈറ്റ് കമ്മിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഈസി വിട്ടോടെ തന്നെ മാസിനെ തുരത്തി അടിക്കാനുള്ള പരിപാടിയാണ്. പിറകെ തന്നെ ഓടി പോകുന്നുണ്ട്. പക്ഷെ മാസിന് വേറെന്തോ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. എവിടെയോ മാസ് ആക്ച്വലി പിരമിഡ് ഹോൾഡ് ചെയ്യാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. പിരമിഡ് എടുക്കാനുള്ള പ്ലാൻ മാസ് പ്ലേയേഴ്സിന്. അവരുടെ പുറകെ തന്നെ ഈസി വരുന്നുണ്ട്. മാസ് അവിടെ പിരമിഡ് ഹോൾഡ് ചെയ്യാനുള്ള പ്ലാനിൽ തന്നെ അവര് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നു. വേറെ ഒന്നും മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് തന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. മാസിന്റെ ഓപ്പോസിറ്റ് കൈവാനുണ്ട് പിരമിഡിന്റെ സൈഡിൽ. അതെ, കുറച്ചേരം ഒന്ന് സ്പൈ മാസ്കിന്റെ ഒന്ന് നോക്കിയാ ഇവന്റെ. ഇവിടെ എന്തോ കയ്യിലെ ഡേവിസ് പുലിക്കാട്ടിൽ ഒരു പടം ഇവിടോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങി ഓടുകയാണ്. നല്ല ടാഗ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം പുള്ളി ഹീൽ ചെയ്യാതാണ് പോയത്. മാസ് അതിന്റെ മുകളിൽ കയറിയിട്ടുണ്ട്. മാസ് അങ്ങനെ
ഈ ഒരു ബിൽഡിംഗ് എടുത്തിട്ടുണ്ട്. RZ7 ഇവിടെ തൊട്ട് മുകളിൽ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. RZ7 3 പ്ലേയേഴ്സ് മാത്രം. ഓക്കെ, ബാക്കിയുള്ള പ്ലേയേഴ്സ് താഴെയും അപ്പുറത്തെ മലയിലായിട്ടാണ് കളിക്കുന്നത്. 2 മലയിലായിട്ടാണ് RZ7 കളിക്കുന്നത്. RZ7 കുറച്ച് സ്പ്ലിറ്റപ്പ് ആയാണ് കളിക്കുന്നത്. ഞാൻ നോക്കാം. മാസ് ഇവിടെ നമ്മുടെ പിരമിഡ് ഹോൾഡ് ചെയ്യാണ്. അതുപോലെ ഈസി മാസിനെ പുഷ് ചെയ്യാൻ വന്നിട്ട് ഇവിടെ വരെ വന്നിട്ട് അവന്മാര് അതിനകത്ത് കയറി നമുക്ക് തിരിച്ചു പോകാന്നുള്ള പ്ലാനിലാണെന്ന് തോന്നുന്നു ഈസി. ആൻഡ് 16 ഫൈനൽ 16 47 പേര് അലൈവ് വെയിറ്റിംഗ് ഫോർ ദ ഫൈനൽ സർക്കിൾ. 37 സെക്കൻഡിൽ അടുത്ത സോൺ. സിന്ന് ES അങ്ങോട്ട് പോകുന്നുണ്ട്. സിന്നിന്റെ പ്ലേസിന്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ES ബ്ലാക്ക് 2 പേരുടെ അടുത്തോട്ടാണ് ES ബ്ലാക്ക് ഒറ്റയ്ക്ക് ചെന്ന് കയറുന്നത്. കാണുന്നുണ്ട്, അടിക്കുന്നുണ്ട്. എന്റെ മോനെ കോസ്മോയ്ക്ക് നല്ലൊരു ടാഗ്. ES ബ്ലാക്ക് ആണ് അടിക്കുന്നത്. വിസാഡ് ഇതുവരെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, എന്നാലും അടിച്ചിട്ടില്ല. ഇതൊരു തമ്മില് ഗണ്ണെടുക്കുന്നുണ്ട്. പക്ഷെ എല്ലാരും എത്തിയിട്ടുണ്ട്. ESന്റെ ടീമേറ്റ്സ്. ഒരു മൊളറ്റോവ് അങ്ങോട്ട് ഇറങ്ങുന്നു. മൊളറ്റോവ് വീഴുന്നില്ല. ESലെ റാഷ് ഓടുന്ന നല്ല അടി കൊടുക്കുന്നുണ്ട്. പക്ഷെ നല്ല കവർ ഫയർ അവർക്ക് കിട്ടുന്നുണ്ട്. ES വേഴ്സസ് സിൻ ആണ് നടക്കുന്നത്. നമുക്ക് നോക്കാം. ESലെ പ്ലേയേഴ്സ് കുറച്ച് കറങ്ങി വരുന്നുണ്ട്. സിന്നിന് അവിടെ ഓൾറെഡി ബാക്കപ്പ് വന്നു. ആൻഡ് അടുത്ത സ്റ്റോൺ എത്തിയിരിക്കുന്നു. സിന്നടിക്കുന്നുണ്ട്. ഈ ES നമ്മുടെ MGS പുഷ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും നല്ലൊരു ഹെൽപ്പ് അവരെ ടീമേറ്റ്സ് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് അതൊന്നും അറിയത്തില്ല. എന്നാലും നോക്കാം. ES നമ്മുടെ അടിക്കുന്നുണ്ട്. MGS വോൾട്ടിൻ അവിടെ കൈ ആരോഗ്യം നോക്കാക്കുന്നു. വോൾട്ടിൻ ഈസി MGX വോട്ടെക്സ് അവിടെ ബറീട്ടോ ജോസിനെ നോക്കാക്കുന്നു. ഈസി ദീപൻ അവിടെ കൈ നോക്കുന്നു. ഈസി വേഴ്സസ് ഓക്കെ അവിടെ ഫിനിഷ് ഓഫ് ആക്കിയിട്ടുണ്ട്. സോ ഈസി അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് പോകുന്നു. പക്ഷെ പിരമിഡ് ഇവിടെ സോൺ ഔട്ട് ആയിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മാസിന് പിരമിഡിൽ നിന്ന് ഇറങ്ങിയേ പറ്റത്തുള്ളൂ. ആൻഡ് കൈ ഡേവിസ് പുലിക്കാട്ടിൽ നല്ല ടാഗ് കിട്ടുന്നുണ്ട്. നല്ല ടാഗ് ഇപ്പോൾ ഒരു ബോളിലൂടെ കൊണ്ടുവന്ന് വീഴുന്നതായിരിക്കും. ആൻഡ് ഫിനിഷ് ഓഫ് ആയിട്ടുണ്ട്. കൈ എലിമിനേറ്റിംഗ്. 5 ടീം മാത്രം ബാക്കി. 5 ടീമുകൾ മാത്രം. മാസും സിന്നും തമ്മിലുള്ള ഒരു അടിക്ക് നല്ല ചാൻസ് ഉണ്ട്. മാസും സിന്നും RZ7 ഇതുവഴി പോയി എന്ന് കണ്ടില്ല. മാസ് ആൻഡ് സിന്ന് തമ്മിലുള്ളൊരു RZ7 പുറകിൽ കൂടെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൊണ്ടും നല്ലൊരു അടി നടക്കാനുള്ള സാധ്യത. മാസ് വേഴ്സസ് സിൻ ഇവിടെ അടി പൊട്ടാൻ പോകുന്നു. മാസ് വേഴ്സസ് സിൻ. അവിടെ മാസ് അൻപാൻ ഒരു നോക്കിട്ടിരിക്കുന്നു. തലപതി അവിടെ നോക്കിട്ടിരിക്കുന്നു. ES ലംബോയെ തലപതി അവിടെ ഫിനിഷ് ഓഫ് ആക്കുന്നു. വോൾട്ടിന് അവിടെ സിന്നെ നോക്കാക്കുന്നു. ആൻഡ് ഈ ഒരു ഫൈറ്റിലേക്ക് അവരും ജോയിൻ ചെയ്യാൻ തോന്നുന്നു. എല്ലാവരും ഒരുമിച്ച് ഒരു കോമ്പൗണ്ടിൽ ഫൈറ്റ് ആവും തോന്നുന്നു. വോൾട്ടിന് അവിടെ ഒരു കില്ലും കൂടെ സെക്യൂർ ചെയ്യുന്നു. തലപതി അവിടെ സിന്നിനെ ഫിനിഷ് ചെയ്ത് കളയുന്നു. RZ7 തലപതി. ഈസി ഓൾസോ പുഷ്. RZ7 ദി ഗോഡ് ഉണ്ണി കില്ലറിനെ നോക്കാക്കുന്നു. RZ7 പപ്പു അടുത്തൊരു നോക്കിടുന്നു. RZ7 ലോഡ് പാൽക്കോട്ട് നോക്കിടുന്നു. 3 നോക്കിയിട്ടുണ്ട് അവര്. RZ7 സൈഡിൽ നിന്ന് നല്ല കുറെ നോക്കുകൾ വന്നിട്ടുണ്ട്. RZ7 സിൻ കോസ്മോയി അവിടെ പുഷ് ചെയ്തോണ്ടിരിക്കുന്നു. RZ7 മൊത്തത്തിൽ ഒരു ടീമായിട്ട് പുഷ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു ടീമിനെ കൂടെ വൈപ്പ് ചെയ്തിരിക്കുന്നു. RZ7 സെക്യൂറിംഗ് അനദർ 4-5 kills. 4 ടീം മാത്രം ബാക്കി. ES വേഴ്സസ് EC വേഴ്സസ് RZ7 വേഴ്സസ് മാസ് ആണ് ദ ഫൈനൽ സർക്കിൾ. നമുക്ക് നോക്കാം. 4 ടീമാണ് ഇനി ബാക്കിയുള്ളത്. RC7 നമ്മുടെ ES ആൻഡ് EC ആൻഡ് മാസ്. ഇവരിൽ ആരായിരിക്കും ഈ ഒരു ഫസ്റ്റ് മാച്ച് കൊണ്ടുപോകുന്നത് നമുക്ക് കണ്ടറിയാം. RC7 ആണെങ്കിൽ നോൺ സ്റ്റോപ്പ് ഓടിക്കൊണ്ടിരുന്ന് ഫൈറ്റ് എടുക്കാനാണ് നോക്കുന്നത്. നമുക്ക് നോക്കാം. ES ആണെങ്കിൽ പിറകെ വന്നിട്ടുണ്ട്. RC7 ഒരു പണി കിട്ടുമ്പോൾ നമുക്ക് കണ്ടറിയാം. ഒരു നടുക്ക് എല്ലാവരുടെയും ഒരു നടുക്കാണ് RC7 നിൽക്കുന്നത്. എന്തായാലും ഒരു പണിയാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് അവർക്ക് എസ്കേപ്പ് ആവാൻ പറ്റുമോ, അവരെ വൈപ്പാക്കാൻ പറ്റുമോ, വേറെ ടീമിനെ വൈപ്പാക്കാൻ പറ്റുമോ നമുക്ക് കണ്ടറിയാം. എന്തായാലും നല്ലപോലെ സ്മോക്ക് ഇട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പൊസിഷൻ ചേഞ്ച് ചെയ്യാനാണ് നോക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ES സോൺ ഔട്ടിലാണ്. സോൺ ഔട്ടിൽ നിന്ന് കയറുന്നുണ്ട്. ഒരു ഫൈറ്റിനുള്ള ചാൻസ് ആണ് നമ്മൾ കാണുന്നത്. ഇവിടെ സോൺ മാറിയിട്ടുണ്ട്. ഇവിടെ RZ7 വേഴ്സസ് ES ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. RZ7 വേഴ്സസ് ES. ഫ്ലിക്ക് അവിടെ നോക്കെടുക്കുന്നു. ജിൻസക്കായ് അവിടെ നോക്കെടുക്കുന്നു. ജിൻസക്കായ് അവിടെ തിരിച്ച് നോക്കാവുന്നു. RZ7 ഡിഫോൾട്ട് അവിടെ നോക്കാവുന്നു. ഈസി കോട്ടർ അവിടെ നോക്കിടുന്നു. എന്താ സംഭവിക്കണം? മാസ് കയറുന്നു. അവിടെ RZ7 ഒരു പ്ലെയർ മാത്രമേ ഉള്ളൂ. ബാക്കി തോന്നുന്നു RZ7 അവിടെ ഒരു ഷോക്കിംഗ് സിറ്റുവേഷനിലാണ്. RZ7 വൈപ്പ് ഓഫ് ചെയ്യാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ആൻഡ് RZ7 ലോഡ് ദ ഗോഡ് ഇപ്പം ആ സ്മോക്കിനകത്തുണ്ട്. മാസ് വേഴ്സസ്
പപ്പു അവിടെ നോക്കിടുന്നു. മാസ് കോയ അവിടെ തലപതിയെ ഫിനിഷ് ഓഫ് ആക്കുന്നു. RSL7 അവിടെ വൈപ്പായിട്ടുണ്ട്. RSL7 വൈപ്പായി. ഇല്ല വൈപ്പായില്ല. പപ്പുണ്ട്. RSL7 വൈപ്പല്ല. 3 ടീമുകൾ മാത്രം ബാക്കി. 3 ടീം. EC വേഴ്സസ് മാസ് വേഴ്സസ് RSL7 ആണ്. പപ്പു അവിടെ ഹോൾഡ് ചെയ്ത് കളിക്കുന്നുണ്ട്. മാസ് അവിടെ ഈസിയിൽ അടുത്തൊരു നോക്കിടുന്നു. മാസ് സോനുമോൻ അവിടെ ഒരു ഫിനിഷ് എടുക്കുന്നു. ആൻഡ് പപ്പു മാത്രം ബാക്കി. RSL7 പപ്പു മാത്രം ബാക്കി. മാസ് ഫുള്ളായിട്ട് മാസ് ഏകദേശം 9-10 പേര് വിലയുവാണെന്ന് തോന്നുന്നു. 3 ടീം മാത്രം ബാക്കി. 17 പേരല്ലേ. പപ്പു മാസിൽ ഒരാളെ നോക്കാക്കി. പക്ഷേ 2 നോക്കും പപ്പു. Well played, and ഒരു ടീം കൂടെ RSL7 എലിമിനേറ്റ് ആയിട്ടുണ്ട്. EC വേഴ്സസ് മാസ് ആണ് ഫൈനൽ സർക്കിൾ. EC വേഴ്സസ് മാസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാസിന്റെ ഗോഡ് ഫ്ലിക്കോ കറങ്ങി വന്നിട്ടുണ്ട്. ഒരു 3v6 ആണെന്ന് 3v8 ആണെന്ന് തോന്നുന്നു. EC ക്വാർട്ടർ വോൾട്ടിൻ ബാബ മേളിൽ കയറിയിട്ടുണ്ട്. സൽമാൻ അടിക്കുന്നു. നമ്മൾ ക്വാർട്ടർ ടൗൺ ആണ്. ബാബ അടിക്കുന്നു. അതുപോലെ തന്നെ സോനുമോന്റെ ഒരു കില്ല് നോക്കുവാണെങ്കിൽ മാസ് എന്റെ മോനെ എന്തൊരു ഡോമിനേഷൻ ആയത് മാസ് ഇവിടെ കാണിച്ചതെന്ന് അറിയത്തില്ല. എന്തായാലും പെർഫെക്റ്റ് ടൈമിൽ പെർഫെക്റ്റ് ഫൈറ്റ് എടുത്ത് മാസ് ഈ ഒരു ഫസ്റ്റ് മാച്ച് ഡോമിനേറ്റ് ചെയ്ത് ചാമ്പ്യൻസ് ആയിരിക്കുന്നു. മാസ് വിത്ത് 32 കിൽസോ ഒന്ന് കാണിച്ചതെന്ന്. മാസ് വിത്ത് 32 കിൽ ആൻഡ് 42 പോയിന്റ്സ് ഒരു സിംഗിൾ മാച്ചില് 42 പോയിന്റ്സ് സെക്യൂർ ചെയ്തുകൊണ്ടാണ് മാസിന്റെ ഒരു കംബാക്ക്. കുറച്ചു നാള് ഡിസ്മാൻഡിൽ ആയിരുന്ന ഒരു ഗ്യാങ് പുതിയതായിട്ട് റീബിൽഡ് ചെയ്ത് തിരിച്ചു വന്നതെന്ന് പറഞ്ഞാൽ അതൊരു 1.5 വരക്കുമായിരുന്നു. 32 കില്ല്. മാസ് വിത്ത് 32 ഫിനിഷസ് ആൻഡ് സെക്യൂറിംഗ് ദ ഫസ്റ്റ് പോയിന്റ്. 42 പോയിന്റ്. ഫസ്റ്റ് പ്ലേസ് വിത്ത് 42 പോയിന്റ്സ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇനി മാസ് കളിച്ചില്ലെങ്കിലും ക്വാളിഫൈ ആവുന്നെന്ന് തോന്നുന്നത്. ആൻഡ് തൊട്ട് താഴെ നോക്കുവാണെങ്കിൽ #2 എൽ ക്ലാസിക്കോ വിത്ത് 17 ഫ്രാക്സും പൊസിഷൻ പോയിന്റോട് 23 പോയിന്റ്. ആൻഡ് RSL7 നോക്കുകയാണെങ്കിൽ 18 കിൽ പോയിന്റ്സോട് കൂടി 23 പോയിന്റ്. ആൻഡ് എൽ ക്ലാസിക്കോയും അവരുടെ പോയിന്റ് ചിലപ്പം കഴിച്ചത് ബഗ്ഗാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് പോയിന്റ് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള പോയിന്റ് ഞങ്ങൾ ഇന്ന് അപ്ഡേറ്റ് ചെയ്തതുപോലെ ഉച്ചയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് നോക്കാം. ഒരു രക്ഷയില്ലാത്ത ഗെയിം പ്ലേ ഫ്രം മാസ്.